അതെ അമ്മ. അയ്യോ, ഞാൻ ഒരു സ്വപ്നം കണ്ടമ്മ. അമ്മ കുറെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണതും എനിക്ക് ഉറക്കത്തിലും സ്വപ്നത്തിലൊക്കെ തിന്നുന്നതിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ രാവിലെ വന്ന് എവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പാലുണ്ടാക്കുന്നുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബദാം കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓഹോ, മുട്ട, പാല്, ബദാം. ഗുസ്തിക്കാരെ പുഷ്ടിപ്പെടുത്ത എന്താ ഒരു ഉത്സാഹം എല്ലാവർക്കും. എന്നാ ഇവിടെ ഒരു ഇളയ മോളുണ്ട്, ഒരു പരിഗണനയില്ല. പരിഗണന ഇല്ലല്ലേ? അല്ല, എത്ര കോഴിമുട്ട ഉണ്ടടി? 1 2 3 4 5 5എണ്ണം. നിന്റെ ചേച്ചിക്ക് എത്ര എണ്ണം വേണം? അപ്പൊ എനിക്ക് തന്നെ അറിയാം. നിന്റെ ചേച്ചി എത്ര കോഴിമുട്ട കഴിക്കുന്നു അറിഞ്ഞൂടെ? ഇത്രയും കൂടെ താമസിക്കുന്നത് നിനക്ക് അറിഞ്ഞൂടി? എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം. എന്നിട്ട് ഞാൻ 5 എണ്ണം ഉണ്ടാക്കി. എന്തുകൊണ്ട്? എന്തിനമ്മ? എന്തിനല്ലേ? ദേഹം അനങ്ങാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാ തുറക്കണ എന്റെ പാവപ്പെട്ട ഇളയ മോള് കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായാ? എന്നിട്ട് നീ കണക്ക് പറയണം അല്ലേടേ? അതെ അമ്മ, അത് ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എന്നെ പുച്ഛിക്കണേ എന്തിന്? പണം കിടത്തില്ല ഇങ്ങനെ. അയ്യോ, അമ്മ എന്നെ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കണല്ലോ അമ്മ. എന്ത്? മുട്ട മാത്രമല്ല, പിന്നെ പാലും ഞാൻ കുടിക്കാറുണ്ട്. ഞാൻ തരാറുണ്ടോ പാല്? അല്ലാതെ ഈ പാലെടുത്ത് കുടിക്കുവോ? കുടിക്കും. പക്ഷെ ഞാൻ ഇതൊരു അളവ് കുറയണ കണ്ടിട്ടില്ലല്ലോ. അത് നമ്മൾ ഈ വെള്ളം ചേർത്ത് വെക്കുമ്പോൾ അളവ് കുറയാറില്ല. എങ്ങനെ വെള്ളം ചേർത്ത് വെക്കാറുണ്ട്. ഇടി മഹാബലി, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ പാല് കാച്ചി തരൂലേ? നമ്മള് പാല് കാച്ചി തന്നാ ഈ കട്ടുന്നതിന് അത്ര സുഖം കിട്ടുമോ അമ്മ? കൊട്ടുന്നോടി. സോറി 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 സോറി, ഞാൻ രവിയേട്ടനെ എറിഞ്ഞതല്ല, കൊച്ചിനെ എറിഞ്ഞതാണ് കൊണ്ടത്. സോറിയേ. എനിക്കെന്നറിയുമോ? അതെ, അവളെ എറിഞ്ഞെങ്കിൽ അവൾക്ക് അത് കൊള്ളാതെ ഡൈവ് ചെയ്ത് ഓടാൻ അറിയാം. നിങ്ങൾക്ക് ആ ടെക്നിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് ഞാൻ തോന്നി ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പിള്ളേരെ എറിയേണ്ടത്. ചില സമയത്ത് നിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, ആ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ്. അതെ, എനിക്ക് ഇത്തിരി കുട്ടികളെ മനസ്സാണ്, അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അസൂയം വല്ലതും എടുത്ത് നിന്റെ തലയിൽ എറിയാൻ തോന്നും കേട്ടോ. തിരിച്ച് ഒന്നുകൂടെ എറിഞ്ഞു തരും. പിന്നെ എറിഞ്ഞു തരും കേട്ടോ. രാംകുമാർ സാർ വിളിക്കുന്നു. ഹലോ സാർ. ആ സാർ, ഇൻസ്പെക്ഷൻ കൂടെ കഴിഞ്ഞ എല്ലാം ഓക്കെ സാർ. ഓഡിറ്റിംഗ് എല്ലാം. ഞാൻ വീട്ടിലാണ് സാർ. പണിയുണ്ട്, പിള്ളേരെല്ലാരും ഉണ്ട്. ഇങ്ങോട്ടോ? അയ്യോ സാർ, അയ്യോ വളരെ സന്തോഷം. എപ്പോഴാണ് സാർ? ഓ സാർ, ഞാനേ വാട്സപ്പിൽ സാറിന് ലൊക്കേഷൻ അയച്ചു തരാം. ഓ വളരെ സന്തോഷം സാർ. ശരി സാർ. അയ്യോ അയ്യോ, ഓക്കെ ഓക്കെ. മണി, ഡൽഹി ചോറും കൂട്ടാനൊന്നും ആയില്ലേ മണി? രാവിലെ ആയിരിക്കും ചോറും കൂട്ടാനും വെക്കും, അത് ഉച്ചക്കല്ലേ ആവശ്യമുള്ളൂ. ഉച്ചക്ക് നീ പെട്ടെന്ന് ആക്കാൻ നോക്ക്. അത് ഉച്ചയാകുമ്പോ ഉണ്ടായിക്കോളും. നിങ്ങൾക്ക് എത്ര വെപ്രാളം എന്തോന്ന്? രാംകുമാർ സാർ വരുന്നു. എങ്ങോട്ട്? ഇങ്ങോട്ട് വരുന്നെന്ന്. ഇങ്ങോട്ടാ? സാറിന് എന്തോ എന്റെ അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. അപ്പൊ സാറ് വരുന്നെന്ന്. അപ്പം ഉച്ചയാവും സാർ എത്തുമ്പോ. ആഹാരം കൊടുക്കണ്ടേ? അയ്യോ, ചോറ് കഴിക്കാനാ? ഒന്നും ഇരിപ്പില്ല, സ്പെഷ്യൽ ഒന്നുമില്ല. പെട്ടി നോക്കണ്ട, അതിനകത്ത് കുറെ അളിഞ്ഞ പച്ചക്കറി മാത്രമേ ഉള്ളൂ. സാർ ഇപ്പഴാ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരുന്നു. മണി, ഞാൻ ഒരു കാര്യം ചെയ്യട്ടോ, പോയിട്ട് ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ. ശരി, അത് നല്ല കാര്യം. കുറച്ച് പച്ചക്കറിയും കൂടെ മേടിക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം മേടിച്ചോണ്ട്. തക്കാളി വേണം, ഐസ്ക്രീം വേണം. ഡെസേർട്ട് ആയിട്ട് കൊടുക്കാലോ. ഓക്കെ, അത് ചെയ്യാം. പിന്നെ മണി, വേറെ കാര്യം വെച്ചാല് ഇവിടെ എല്ലാം നീറ്റായിട്ട് ഇടണേ. അലങ്കോലമായിട്ട് കിടന്നാ എനിക്കാണ് നാണക്കേട്. പറയട്ടെ, സാറ് ഒരു വീട്ടിലും പോണ ആളല്ല. നീ ആ പിള്ളേരെ വിളിച്ചത് നീറ്റാക്കിയിട്ട്. ഞാൻ ഏറ്റു, അതൊക്കെ ചെയ്തു വെക്കാം. നിങ്ങളൊന്ന് പോയി വാങ്ങിച്ചോണ്ട് വരുമോ? നിന്ന് കറങ്ങണ്ട, പോ. പറഞ്ഞ പോലെ. ഓക്കെ, എല്ലാം വാങ്ങിച്ചോണ്ട് വരണേ. ആ പിള്ളേരെ കൂടെ വിളിച്ചോ. ദൈവമേ, എവിടെ നീ എന്തോ ചെയ്യാം.